മുനമ്പം സമരപന്തലിലെത്തുന്ന കോൺഗ്രസ് നേതാക്കൾ വഖഫ് വിഷയം സംസാരിക്കാതെ ചർച്ച് ബിൽ എന്ന പുതിയ പ്രചാരണം നടത്തുകയാണെന്ന് ന്യൂനപക്ഷ മോർച്ച. ഇതുവരെ പാർലമെന്റിലോ പാർട്ടിക്കകത്തോ ചർച്ച ചെയ്യാത്ത കാര്യം പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണ്. മണിപ്പൂർ പ്രചാരണം പൊളിഞ്ഞതോടെയാണ് പുതിയ വ്യാജ പ്രചരണമെന്ന് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ് പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മുനമ്പം വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുനമ്പം ജനതയെ അവഗണിക്കുന്ന കാഴ്ച കണ്ടതാണ്. അവിടെയെല്ലാം BJP അവരെ ചേർത്തു പിടിച്ചു. പക്ഷേ ഇപ്പോൾ ചർച്ച് ബിൽ എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് BJPയിൽ നിന്നും മുനമ്പം ജനതയെ അകറ്റാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? രോഹിണി, നേരത്തെ തന്നെ നമുക്കറിയാം മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ കടന്നിരുന്നില്ല. പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ചൊരു ഘട്ടത്തിലായിരുന്നു ഈ മുനമ്പത്തെ സമരസമിതി നേതാക്കളുമായിട്ട് ചർച്ച നടത്താനും ആ സമരപ്പന്തൽ സന്ദർശിക്കുവാൻ പോലും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തയ്യാറായത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുനമ്പത്തെ തീരദേശ ജനത അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഹൈബീഡൻ MP-ക്കെതിരെ പോലും കോലം കത്തിച്ചുകൊണ്ടും ഒപ്പം തന്നെ അത് കടലിൽ എറിഞ്ഞുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു മുനമ്പത്തെ തീരദേശ ജനത നടത്തിയത്. അതിനുശേഷം പിന്നീടും പ്രതികരണങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാട് ഈ മുനമ്പം വിഷയത്തിൽ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ മുനമ്പത്തെ ജനങ്ങൾക്ക് നൽകുന്നതിൽ ഒരു വിമുഖത പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജിജി ജോസഫ് ചില കാര്യങ്ങളിൽ ചില ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ മുനമ്പം വിഷയത്തെ അതിന്റെ യഥാർത്ഥ വിഷയം മറച്ചുവെച്ചുകൊണ്ട് ചർച്ച് ബില്ല് എന്നുള്ള രീതിയിൽ ആരോപണങ്ങളും മറ്റ് ഭീഷണി സ്വരങ്ങളും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെ ജനതയ്ക്ക് മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് കുത്തിയിറക്കുന്നത് എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് നിലവിൽ ജിജി ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചർച്ച് ബില്ല് ഒരു ഭീഷണി സ്വരത്തിലൂടെ അല്ലെങ്കിൽ ചർച്ച് ബില്ല് പള്ളികൾ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ളതാണ്. അത്തരത്തിലൊരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു BJP വിരുദ്ധത ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമുള്ള ഒരു ദുഷ്പ്രചരണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് നിലവിൽ ന്യൂനപക്ഷ മോർച്ച ആരോപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രചരണങ്ങളും മുനമ്പത്തെ തീരദേശ ജനതയ്ക്കിടയിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. യഥാർത്ഥ വിഷയത്തെക്കുറിച്ച് യാതൊരു തരത്തിലും പ്രതികരണം നടത്താതെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ചർച്ച് ബിൽ എന്നുള്ള ഒരു പ്രചരണത്തിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കും കടക്കുന്നതെന്നുള്ള ആക്ഷേപം കൂടി ന്യൂനപക്ഷ മോർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന സമരം മുന്നോട്ട് പോകുക തന്നെയാണ്. അതിനിടയിൽ തന്നെ കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അതോടൊപ്പം തന്നെ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി നേതാക്കൾ ഇവരൊക്കെ തന്നെ ഇന്ന് 10:00 ജുഡീഷ്യൽ കമ്മീഷൻ ആയിട്ടുള്ള CN രാമചന്ദ്രന് മുന്നിൽ ഹാജരായിക്കൊണ്ട് കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ മുനമ്പത്തെ വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ അവർ ഉന്നയിക്കുക. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ എൻക്വയറി നടക്കുന്നതിനോടൊപ്പം തന്നെയാണ് സമാന്തരമായിട്ട് മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന സമരവും മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് കേവലം ചർച്ച് ബില്ലിലേക്ക് ഒതുക്കിക്കൊണ്ട് ഒരു ദുഷ്പ്രചരണത്തിലേക്ക് കടക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് ന്യൂനപക്ഷ മോർച്ച പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ഒരു മൃദു സമീപനമാണ് മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. വഖഫ് ഭൂമിയാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ മുസ്ലിം ലീഗുമായിട്ട് ചില ഭിന്നിപ്പ് സ്വരങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും കൂടി ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ഒപ്പം നിന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.